പണമാണു വലിയതെന്നാരോ പറഞ്ഞു, പണമല്ല വലുതെന്ന് ലോകമറിഞ്ഞു. പവറാണു വലുതെന്നു പലരും പറഞ്ഞു, ഇവയല്ല വലുതെന്ന് നാം ഇന്നറിഞ്ഞു. വൈറസിൽ നിന്നൊരു മോചനം നേടാൻ സകലതും മാറ്റിവെക്കാൻ ശ്രമിക്കുന്നു നാം. അകലത്തു നിർത്തുന്നു രക്തബന്ധങ്ങളെ, അണപൊട്ടിയൊഴുകുന്ന സ്നേഹബന്ധങ്ങളെ. അറിവുള്ളവർ ചേർന്നു പറയുന്ന കാര്യങ്ങൾ അതിജീവനത്തിൻ്റെ മാർഗങ്ങളല്ലയോ. അനുസരിച്ചാൽ നാടിൻ നന്മയായി തീർന്നിടാം. അകലാതെ അകലണം നാളേക്കു വേണ്ടി നാം. അകലാതെ അകലണം നാളേക്കു വേണ്ടി നാം. നമ്മൾ പെയിൻറ്റിങ് ജോലിക്ക് പോകുന്ന ഒരാളായിരുന്നു. ഞാനൊരു 4-5 പണിക്കാരുണ്ട്. ഈ കൊറോണ വന്നപ്പോൾ മൊത്തം നിശ്ചലമായി. കാരണം വെച്ചാൽ നമ്മളെ സങ്കല്പത്തിൽ പോലും ഇല്ലാത്തൊരു അവസ്ഥ വന്ന് വീട്ടിലിരിക്കുന്നൊരവസ്ഥ വന്നപ്പോൾ തലേ ദിവസം വരെ പലർക്കും തോന്നിയ സംഭവമാണ്. പണമാണ് വലുത്, പവറാണ് വലുത്, ബന്ധമാണ് വലുത്. അങ്ങനെയുണ്ടല്ലോ, രക്തബന്ധത്തോട് പോലും അകറ്റി നിർത്തുന്നൊരവസ്ഥയാണല്ലോ അവിടെ ഉണ്ടായത്. ഒരു വീട്ടിൽ നിന്നപ്പോൾ തോന്നിയൊരു വരികളാണ് എഴുതി വെച്ചു. അത് എഴുതി വെച്ചപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ മക്കളെ, ഞങ്ങളിപ്പോൾ മാംഗോസ്റ്റിൻ ക്ലബ്ബ്, അത് മ്യൂസിക് ബാൻഡിൻ്റെ അതിലുള്ള 1-2 മക്കളാണ് നമ്മളെല്ലാ കാര്യവും ഈ വിഷയത്തിലല്ല ഏത് വിഷയത്തിലും കൂടെ ഉണ്ടാവുന്ന 1-2 മക്കളുണ്ടാകും. അപ്പോൾ അവരെ ഇത് കാണിച്ചപ്പോൾ അവരൊരു നല്ലതാണ്. ഈ കാലഘട്ടത്തിൽ, ഈ കൊറോണ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധിക്കപ്പെടുന്നൊരു ഇതാണ്. നമ്മളെന്തായാലും ഒന്ന് പാടി നോക്കുന്ന അതിന് ഈണമൊക്കെ കൊടുത്തത് അജയ് ജിഷ്ണു. ഓക്കെ, അങ്ങനെയാണ് ഫേസ്ബുക്ക് വിഷയം.